പേജ് നമ്പർ 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ശ്രീ? ഓക്കെ, 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് വെച്ചാല് നമ്മൾ MCDP 001 ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെയാണ് MCDP 002. അതില് നമ്മൾ MCDP 001 KG ആണ്, LKG UKG വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതാകുമ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ്, ഒന്നാം ക്ലാസ്സും 2ാം ക്ലാസ്സും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതില് അതേപോലെ തന്നെ ഫസ്റ്റ് പ്രൊജക്റ്റിലുള്ള പോലെ തന്നെ 3 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ 3 days ഒബ്സർവേഷൻ വരുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ഫേസിലും പിന്നെ തേർഡ് ഫേസിലും നമുക്ക് ചെയ്യാനുണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഹലോ അഞ്ജന, സ്റ്റാർട്ട് ചെയ്യാലേ? സ്റ്റാർട്ട് ചെയ്തോ, പറയാം. അപ്പോ ഇതില് ഫസ്റ്റ് ഫേസിൽ വരുന്നുള്ളത് ഒബ്സർവേഷൻ ആണ്. അതായത് 3 ദിവസത്തെ ഒബ്സർവേഷൻ ആണ് ഫസ്റ്റ് ഇതിൽ വരുന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 3 days ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്യുക, അതിന്റെ 3 daysന്റെ റിപ്പോർട്ട് എഴുതുക, അതാണ് വരുന്നുള്ളത് ഫസ്റ്റ് 3 days. പിന്നെ സെക്കൻഡ് ഫേസിൽ വരുന്നുള്ളത് day 4 to day 14, അതായത് 4ാം ദിവസം മുതൽ 14ാം ദിവസം വരെയാണ് നമ്മളെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ആകുന്നുള്ളത്. അതിൽ നമുക്ക് 3 യൂണിറ്റ് പ്ലാനും 3 യൂണിറ്റ് പ്ലാൻ എഴുതാനുണ്ട്. അതേപോലെ തന്നെ 3 യൂണിറ്റ് പ്ലാൻ എഴുതുന്ന വെച്ചാൽ 3 കരിക്കുലർ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് കരിക്കുലർ ഏരിയാസ് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ്, വേൾഡ് അറൗണ്ട് അസ്. വേൾഡ് അറൗണ്ട് എന്ന് വെച്ചാൽ പുതിയ പേരാണ്, EVSന്റെ പുതിയ പേരാണ്. അതെ, ആ 3 പിന്നെ കരിക്കുലർ ഏരിയാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 യൂണിറ്റ് പ്ലാന് തയ്യാറാക്കണം. ആ ഓരോ യൂണിറ്റ് പ്ലാനിനും 4 ലെസൺ പ്ലാൻ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതില് എന്ത് ചെയ്യണം, 4 ഓരോ യൂണിറ്റും 4 എന്ന് വെച്ചാല് നമ്മൾ ടോട്ടൽ എത്ര 12 വീഡിയോസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് സെക്കൻഡ് ഫേസില്. അതേപോലെ തേർഡ് ഫേസിൽ വരുന്നത് നമ്മള് കുറച്ചും കൂടി ബ്രോഡായിട്ട്, അതായത് ഈ 3 ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് പ്ലാൻ ആണ് പറഞ്ഞത്. ഇന്റഗ്രേറ്റഡ് അതായത് ഈ 3 കരിക്കുലർ ഏരിയാസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതില് ഒരു യൂണിറ്റ് പ്ലാനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 3 എണ്ണം ഇൻക്ലൂഡ് ചെയ്യണം. മാത്സും EVSും പിന്നെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും, അത് 3 ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് പ്ലാൻ ഉണ്ടാക്കണം. ആ ഒരു ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് പ്ലാനിൽ 4 ഇന്റഗ്രേറ്റഡ് ലെസൺ പ്ലാൻ ഉണ്ടായിരിക്കണം. 4 ഇന്റഗ്രേറ്റഡ് ലെസൺ പ്ലാനില് അത് നമുക്ക് എങ്ങനെയാ 8 വീഡിയോസ് വേണം. ഓക്കെ, പേജ് നമ്പർ ഫയലിന്റെ അകത്ത് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നുള്ളത്. ഇതാണ് MCDP 002ന്റെ ഒരു ചുരുക്ക വിവരം. മനസ്സിലായോ? ഹലോ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ, നിങ്ങൾക്ക് വേണ്ടിട്ട് അവര് പറഞ്ഞായിരുന്നേ. സുബൈദ, ജസീല, ലിയ. ഒന്നും മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഒരു ചുരുക്ക വിവരം. അതേപോലെ നമ്മളിപ്പോ MCDP 001 ചെയ്തില്ലേ, പ്രൊജക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോ? എനിക്കിനി phase 3 ഒരു കുറച്ച് ആക്ടിവിറ്റി കൂടെ ഉള്ളു, ബാക്കിയെല്ലാം തീർന്നു. അതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് ചെയ്യാനുള്ളത്. ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. ഇത് ഞാൻ കുറച്ചു നേരമായിട്ട് വായിച്ചു നോക്കുന്നത്, എനിക്കൊന്നും കത്തുന്നില്ല. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, 3 തീം വന്നിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പൊ വേൾഡ് അറൗണ്ട് അസും മാത്തമാറ്റിക്സും അതുപോലെ ലാംഗ്വേജ്, ഇത് 3ഉം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. വലിയൊരു പ്രശ്നം വരുന്നില്ല, പക്ഷെ അത് കുറച്ച് അതിന് ഫസ്റ്റത്തേനേക്കാളും നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നുള്ളത് ഇതാണ്. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതും ഈ MCDP 002 ആണ്. കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്, അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ചാല് നമുക്ക് മനസ്സിലാവും. ഏകദേശം സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കിനെ ഏകദേശം ഐഡിയ കിട്ടും. ഒരാക്ടിവിറ്റി കൊടുക്കുമ്പോ അതില് ഇത് 3ഉം ഇൻക്ലൂഡ് ആയിട്ടുള്ള വർക്ക് വേണം വരാനല്ലേ? അതെ അതെ അതെ. മറ്റേ MCD 003 ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അതില് ഉണ്ട് ഇതില് ഡീറ്റെയിൽ ആയിട്ട്. മാമിനോട് നമുക്കൊരു യൂണിറ്റ് തന്നെ ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ, ഇന്റഗ്രേറ്റഡ് പിന്നെ അതിനെ കുറിച്ചിട്ട്. അപ്പൊ അത് മാമിനോടൊന്ന് ആ ക്ലാസ് പെട്ടെന്നൊന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ മതി, അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ജസ്ന മാമിന്റെ സബ്ജക്റ്റ് ആണോ മിശ്രിയ? MCD 003 ജസ്ന മാം അല്ല, നൗഷാബി മാം. ഓക്കെ, ശരി ശരി. അതിപ്പോ ഞാൻ
ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലാംഗ്വേജ് ലിറ്ററസി ഒക്കെ വരുമ്പം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും എടുക്കുകയാണോ ചെയ്യണ്ടേ, അവരുടെ ടെക്സ്റ്റിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുകയാണോ, അതെന്താ? മാത്തമാറ്റിക്സ് ഇതിലില്ല. ഒക്കെ ആ ഏത് ലാംഗ്വേജാ? ആ ഇപ്പൊ ലാംഗ്വേജ് നമുക്ക് മെയിൻ ആയിട്ട് ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അങ്ങനെയല്ലേ വരുന്നുള്ളത്. അപ്പൊ അതിലേതെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പൊ ലാംഗ്വേജ് ആ അവരുടെ ടെക്സ്റ്റ് ചെയ്താണോ എടുക്കേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിച്ചേ. എങ്ങനെയാ ടെക്സ്റ്റ് ഉപയോഗിക്കുക പുറത്തുള്ള കാര്യം. ഇപ്പൊ ചാർട്ട് റെഡി ആയിക്കൊണ്ട് ഒരു തീം വെച്ചിട്ട് ഒരു ചാർട്ട് റെഡി ആയിക്കൊണ്ടായിട്ട് അതിനെ പറ്റി നമുക്ക് ക്ലാസ് എടുത്തൂടെ, ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ? ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് തന്നെ ആവണമെന്നില്ല. ടെക്സ്റ്റ് ആവുമ്പോ അവര് പഠിപ്പിക്കുന്നത് പോലെ ഇത് അങ്ങനെ ഒരു ഫീൽ ചെയ്യാൻ പാടില്ലല്ലോ കുട്ടികളെ. ടീച്ച് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് അല്ലേ? ആക്ടിവിറ്റി അല്ലേ ഇത് വരുന്നത്. ആ ആ അങ്ങനെ ആയിരിക്കും കൂടുതൽ ബെറ്റർ ചെയ്യുന്നത്. ഒന്നാമത്തെ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കി കൊണ്ടുപോയാൽ മതി. ഇതിപ്പോ നമുക്കൊരു റൈമായിട്ടും അങ്ങനെയൊക്കെ ചെയ്തൂടെ? ഒരു ആ, റൈമിന് അങ്ങനെയാവും. ഇപ്പൊ അങ്ങനെ ചെയ്യാം. കൗണ്ടിങ് വരാം, പിന്നെ അതുപോലെ അങ്ങനെയാവും. അങ്ങനെയൊക്കെ പറ്റുമല്ലോ അല്ലെ? പറ്റും പക്ഷെ പറ്റും. കുറച്ചുകൂടെ മൂന്നെണ്ണം ഇൻക്ലൂഡ് ചെയ്താൽ മതി. റൈം ആകുമ്പോ അതില് ലാംഗ്വേജും വരും, പിന്നെ കൗണ്ടിങ് കൊടുക്കാം അവരെ കൊണ്ട്. അതാവുമ്പോ മാത്സ് ഇൻക്ലൂഡ് ആവാൻ പറ്റും. പിന്നെ നമുക്ക് അതിൽ തന്നെ EVS ചിലപ്പോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ KG-നെ ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഒന്ന് ഫസ്റ്റ് സെക്കൻഡും അല്ല. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഒരു നിലവാരം കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ. ഇതില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 9 കറക്റ്റ്. ഫേസ് 1 മുതൽ ഫേസ് 3 വരെ ഉള്ളത് എത്ര ചെയ്യണം, എത്ര വർക്കിംഗ് ഡേയ്സ് എന്നുള്ള കാര്യങ്ങള്. പിന്നെ അതിൽ ഇന്റഗ്രേറ്റഡിന്റെ കറക്റ്റ് പറയുന്നുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് കരിക്കുലർ ഏരിയാസിൽ അതിൽ നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ഉണ്ട് അതിൽ കേട്ടോ. അതൊന്നും നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര യൂണിറ്റ് പ്ലാൻ വേണം, എത്ര ലെസൺ പ്ലാൻ വേണം എന്നുള്ള. ആദ്യം നമ്മള് ഫസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാൻ ചെയ്യുക ആദ്യം, ഇന്ന ദിവസം എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഫുൾ ഈസി ആയിരിക്കും. ചേച്ചി എനിക്കൊക്കെയാണ് ഇന്നലും നമുക്ക് അവര് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് ടൈമല്ലേ കിട്ടുള്ളൂ. ഇന്നാണ് എനിക്ക് സത്യം പറഞ്ഞ ഞാനൊരു 6-7 വീഡിയോ ചെയ്ത് തീർത്തു, അല്ല വർക്ക് ചെയ്ത് തീർത്തു. കാരണം ബാക്കിയുള്ളത് എന്തോ ലാസ്റ്റ് ഒരു ഫേസും കൂടെ ബാക്കിയുള്ളത് സെക്കൻഡ് പ്രൊജക്റ്റില് 3rd ഫേസും കൂടെ ഉള്ളു എനിക്ക്. ഓക്കെ. ബാക്കി ഏകദേശം തീർന്നു. വീക്ക്ലി വരുന്നതാ ബാക്കിയുള്ളത്? ബാക്കി നമുക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ ചെയ്തതേ. അങ്ങനെ ഒരു ദിവസം ഒരു വീക്കിലി ഇത്ര തീർക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ നല്ലത്? ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തവരുണ്ടോ? ഇല്ല, ഞങ്ങളൊന്നും തുടങ്ങിയിട്ടേ ഇല്ല. അപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒന്നും മനസ്സിലാവില്ല. സെക്കൻഡ് ചെയ്താലേ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടൂ. ഇപ്പൊ പറഞ്ഞു വന്ന ഇപ്പൊ തന്നെ ഒന്നും മനസ്സിലാവാണ്ടായി. ലിയ മാത്രാണിത് ഇപ്പൊ ചെയ്യണേ. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ ഫസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 3rd ഫേസിലേക്കെല്ലാം എത്തുമ്പോ നമുക്ക് സെക്കൻഡ് ഫേസിന്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് കറക്റ്റ്. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നുണ്ട്. വേറെ വേറെ പ്രൊജക്ട് ചെയ്യാന്നുള്ള ഒരു തോന്നല് വരുന്നില്ല. ഇപ്പൊ സെക്കൻഡ് എന്ന് വെച്ചാൽ KG-യിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ചെറിയ ഈസി ആയിരിക്കും. അതിനെക്കാട്ടും കുറച്ച് എന്തായാലും ഹാർഡായി വരും ഫസ്റ്റ് സെക്കൻഡും. അപ്പൊ ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല അങ്ങനെ ആവുമ്പോ. എനിക്കിത് നാളെ കഴിഞ്ഞിട്ട് എനിക്ക് ലിയക്ക് ഇത് ചെയ്യണം ഫസ്റ്റ്. എന്നാന്ന് വെച്ചാൽ എനിക്ക് നാളെ കഴിഞ്ഞുകൊണ്ട് KG-യിൽ കഴിയും. ഞങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. ഞങ്ങള് ടൈം ആവുമ്പോ ഞങ്ങള് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ലിയ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നതല്ല, അതിപ്പോ പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നുണ്ടല്ലോ, അതല്ലേ നല്ലത്? ഇപ്പൊ എടുത്തു പോകുന്നതിനെക്കാട്ടും നല്ലത്. ഒരാൾ മാത്രല്ലേ ഉള്ളൂ? അത്യാവശ്യം വായിച്ചു നോക്കുന്നുണ്ടായിരുന്നേ. അല്ല, അങ്ങനെ പേഴ്സണൽ ചോദിച്ചാ പോരെ? അങ്ങനെ ഡൗട്ട് പറഞ്ഞു തന്നാ പോരേന്ന്. അല്ല എല്ലാവരും അഭിപ്രായം അല്ല, അവരാരും ചെയ്തു തുടങ്ങിയില്ലല്ലോ. അപ്പൊ വെറുതെ ഇത് ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെയല്ലേ?
ഞങ്ങൾക്ക് അസൈൻമെന്റ് ലിയക്ക് സബ്മിഷൻ ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ഏകദേശം ആയില്ല. അതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? MCDP ഇപ്പൊ ലിയക്ക് ഈ ഏകദേശം രണ്ടാമത്തെ പ്രൊജക്ടിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? 1 എനിക്ക് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം നമ്മൾ കുറെ തവണ ഞാൻ വായിച്ച് നോക്കിയത് കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചേച്ചിമാരെ ഡൗട്ട് ചോദിക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എനിക്ക് ഫോളോ ചെയ്ത്. നമുക്ക് അപ്ലൈ ഒരു ഡൗട്ട് വരുമ്പോൾ അപ്ലൈ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി ഇപ്പൊ ഈ പ്രൊജക്ടിന്റെ? ഒബ്സർവേഷൻ അങ്ങനെയെല്ലാം പറയുമ്പോ ഐഡിയ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതല്ലോ? ഞങ്ങൾക്ക് ക്ലാസ് പോയിരിക്കുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളതെല്ലാം കിട്ടി. ഓരോ ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ എഴുതും. അതെല്ലാം ഞാൻ എഴുതി ഓൾറെഡി. ഓക്കെ. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളില്ലേ ഈ യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ എന്നെല്ലാം അങ്ങനെ വരുമ്പോ നമ്മൾ നല്ലോണം ഡീപ്പായിട്ട് ചിന്തിക്കണം. നമ്മളെ ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. ഇപ്പൊ ഒരു ബുക്സ് ഉണ്ടാവും, അപ്പൊ അതിൽ ഒരു യൂണിറ്റിൽ ഒരുപാട് ലെസൺസ് ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ച് പോയാൽ മതി. നമ്മൾ ഈ ആക്ടിവിറ്റി, വീഡിയോ അതന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ എഴുതുന്ന മാത്രല്ലേ ലെസൺ പ്ലാനോ യൂണിറ്റ് പ്ലാൻ എന്നെല്ലാം. ഇപ്പൊ ഒരെണ്ണത്തില് ഒരു തീം നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പൊ അതിൽ 4 വീഡിയോസ് നമുക്ക് ചെയ്യണമെന്നൊന്ന് ചിന്തിച്ചാൽ മതി. 4 ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഒരേ തീം വെച്ചിട്ടുള്ള. അപ്പൊ നമുക്ക് ഈസി ആവും. ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ. നമ്മൾ യൂണിറ്റ് പ്ലാൻ എഴുതുന്ന സമയത്ത് നമ്മുടെ അവരുടെ ബുക്സിലുള്ള അങ്ങനെയാണോ എഴുതേണ്ടത്? അല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്താൽ മതി. ചെയ്യാലേ, സ്വന്തമായിട്ട് ചെയ്യാലേ? സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്സിന് നമ്മളിപ്പോ എടുക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഷേപ്പ്, സൈസ് അയങ്ങൾ നമുക്ക് KG ചെയ്ത പോലെ തന്നെ അത് ഓരോ ചാപ്റ്റർ ആക്കാൻ പറ്റുമോ നമുക്ക്? ഇതിൽ കുറെ തീമെല്ലാം തരുന്നുണ്ട്. മാർക്കറ്റ് എന്നെല്ലാം പറയുന്നൊരു തീമെല്ലാം തരുന്നുണ്ട്. അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് ഇതിൽ വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും. കുറെ തീം വരുന്നുണ്ട്. അതെ, അത് ആ തീം നോക്കിയാലും മനസ്സിലാവും. അങ്ങനെ നോക്കി ചെയ്താൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാവേ മാത്സിന്റെ. അപ്പൊ കുറച്ചും കൂടി എളുപ്പമാവും. ഇപ്പൊ മാത്സിന് നമ്മളില്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇപ്പൊ നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാം ഉണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ അഡീഷൻ എടുക്കാന്ന് വെച്ചോ, അഡീഷന്റെ ഒരു യൂണിറ്റ് പ്ലാന് നമ്മൾ മീൻസ് ഇതാക്കാം. ഒരു യൂണിറ്റിൽ നമ്മൾ എത്ര ലെസൺ ഇൻക്ലൂഡ്, അഡീഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ അതേപോലെ അഡീഷൻ വെച്ചിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള 4 ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്തു പോയാൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അഡീഷൻ എങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ എങ്കിൽ സബ്ട്രാക്ഷൻ. അങ്ങനെ നമുക്ക് മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു യൂണിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കാം, 4 ലെസൺ പ്ലാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട്. അതില് നമ്മള് 4 ലെസൺ പ്ലാൻ ഇപ്പൊ എന്തായാലും 4 ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അല്ലേ, അങ്ങനെ ചിന്തിച്ചു പോയാൽ മതി. പിന്നെ എല്ലാ ഐഡിയയിലും നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ മാർക്കറ്റ് തീം ആണെങ്കിൽ അതിന്റെ അകത്ത് ഈ കോയിൻസ്, നമ്മൾ ഇന്ത്യൻ കറൻസി അല്ലോ ഇല്ലേ, അതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. കുറെ ഐഡിയാസ് അതിനകത്തുണ്ട്. മാർക്കറ്റ്, നമുക്ക് ഫാമിലി, അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ കുറെ തീംസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ അനക്സേഴ്സ് എല്ലാം ഇല്ലേ സെയിം തന്നെയാണ്. റിപ്പോർട്ട് എഴുതുന്ന ലെസൺ പ്ലാനിന്റെ അതെല്ലാം അത് സെയിം. ഇതിൽ എല്ലാറ്റിന്റെയും കറക്റ്റ് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. യൂണിറ്റ് പ്ലാന്റെയും ലെസൺ പ്ലാനിന്റെയും എക്സാമ്പിൾ അടക്കമുണ്ട് കേട്ടോ. ഇതില് എക്സാമ്പിളും ഉണ്ട്. ഒബ്സർവേഷൻ റിപ്പോർട്ടിൽ എഴുതുന്നുണ്ട്. എഴുതുന്നുണ്ട്. 35-ാം പേജ് മുതൽ ഫുൾ എക്സാമ്പിൾ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്. അല്ല, നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോഴേ നമ്മളെ മദർ ടങ് യൂസ് ചെയ്താ പ്രശ്നമുണ്ടോ? അത് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നല്ലതാ. കുട്ടികൾക്ക് എന്തായാലും മനസ്സിലാവില്ലല്ലോ നമ്മൾ ഫുൾ ഇംഗ്ലീഷിൽ എടുത്താലേ. നമുക്കിപ്പോ ഇതില് പറയണത് മദർ ടങ് ബേസ്ഡ് ആണല്ലോ. അവര് റിപ്ലൈ എന്തായാലും മലയാളം എല്ലാം മിക്സ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ അവരോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തേ അവര് എന്നാ പറയുന്നത്, പല കുട്ടികളും നമ്മുടെ അടുത്തേക്ക് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ കാണുമ്പോ ഇവരിങ്ങ് പോരുവോ നമ്മുടെ അടുത്തോട്ട്. അതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വേണ്ടല്ലോ. വേണ്ട അത് നല്ല ഇതല്ലേ നമ്മളെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ആദ്യം തന്നെ അവര് തുടങ്ങുമ്പോ പറഞ്ഞ കുറച്ച് എന്താ ഓഫർ ചെയ്യുക, സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ എടുത്ത് പോയിട്ട് കുറച്ച് സമയം അടങ്ങിയിരിക്കുക, അന്നത്തെ ഗിഫ്റ്റ് തരുന്നെല്ലാം പറഞ്ഞാൽ അവർ അടങ്ങിയിരുന്നോളൂ. വീഡിയോ എടുക്കുകയാണെന്നല്ല, നിങ്ങളെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കാനുണ്ട്, അപ്പൊ വീഡിയോ എടുക്കുകയാണെന്നെല്ലാം പറയുമ്പോ അവര് അടങ്ങിയിരിക്കും. പിന്നെ നമ്മളെ അടുത്തേക്ക് അവര് വരുമ്പോ നമ്മൾ ദേഷ്യപ്പെടാൻ ഒരു ഫീസ് ഇങ്ങനെ ഒരു ചൊളു അങ്ങനൊന്നും കാണിക്കാൻ പാടില്ല. അവരൊരു സമാധാനത്തിൽ അവരും ഇങ്ങനെ ഒന്ന് പിന്നെ തിരിച്ച് അവരുടെ ചെയറിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല. അത് പ്രശ്നമില്ല, ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ ആദ്യം തന്നെ അവരോട് പറഞ്ഞാൽ അവര് ഇരിക്കും, കറക്റ്റ് ഇരിക്കും. ആദ്യം തന്നെ അവരോട് പറഞ്ഞ എണീറ്റ് വരരുത്, ഒരു 5 മിനിറ്റ് അല്ലേ, നല്ല കുട്ടികളെ എന്നെല്ലാം പറയുമ്പോ അവര് അടങ്ങിയിരിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, ഉമ്മക്ക് കാണിക്കണ്ട, ഇങ്ങനെ നമ്മളിങ്ങനെ പറയുന്നില്ലേ, പാരന്റ്സിന് കാണിക്കണം,
എല്ലാം പറയുമ്പോ അവര് കറക്റ്റ് ഇരിക്കും. വീഡിയോ വരും, എല്ലാവർക്കും കാണാനുള്ളതല്ലേ, നിങ്ങൾ കറക്റ്റ് ഇരിക്കണം എന്നെല്ലാം പറയുമ്പോ അവരിരിക്കും. അങ്ങനെ ആദ്യം നമ്മൾ എന്താണോ എടുക്കുന്നുള്ള ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പില്ലേ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അവർക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ എടുക്കുന്ന ക്ലാസ് തന്നെ അവർക്ക് എടുത്തു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം അവരെ റെസ്പോൺസ് ഇതിന് അവർക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി, കാര്യം മനസ്സിലായില്ലേ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അവര് റെസ്പോണ്ട് ചെയ്യും. ചെറിയ കുട്ടികളാകുമ്പോ അങ്ങനെയല്ല, അറിയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ. കുഞ്ഞുങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് വരും, അങ്ങനെ എണീറ്റ് നടക്കുന്ന അങ്ങനൊന്നും വരില്ല. പിന്നെ വെച്ചാല് പേജ് നമ്പർ 52-ലില്ലേ കറക്റ്റ് ഓരോന്നിന്റെയും തീംസ് പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് പ്ലാന്റ്, ലെസൺ പ്ലാന്റ് എല്ലാം. അപ്പൊ അത് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ലാംഗ്വേജിന്റെ ആയാലും മാത്തമാറ്റിക്സിന്റെ ആയാലും വേൾഡ് അലോണ്ടേഴ്സിന്റെ ആയാലും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇങ്ങനെ മാറി മാറി പോയാൽ മതി. ഗ്രേഡ് 1-ൽ തന്നെ പോകേണ്ട ആവശ്യമില്ല, ഗ്രേഡ് 2-ൽ ഇങ്ങനെ മാറി മാറി പോയാൽ മതി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് പ്ലാൻ നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അതായത് 3rd ഫേസ്. അപ്പോ 2nd സ്റ്റാൻഡേർഡിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇവർ ഒന്നാമത്തെ കേസ് ടീച്ചേഴ്സ് അവരുടെ ക്ലാസ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തരത്തുള്ളൂ. അത് അവരോട് മുമ്പേ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഫ്രീ ഉള്ള ടീച്ചേഴ്സ് ഉള്ള ക്ലാസ്സിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ്സ് നമുക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ അവരുടെ പീരീഡിന്റെ ലാസ്റ്റ് 10 മിനിറ്റ്സ് അങ്ങനെ ആയിരിക്കും പൊതുവെ തരുന്നുള്ളത്. അങ്ങനെ നമ്മൾ ചോദിച്ചാൽ മതി. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ പോകാനുള്ള ധൃതിയാ. അല്ല, ഫസ്റ്റ് രാവിലെ ചെയ്യുന്നില്ലേ, രാവിലെ മുതൽ ഉച്ച വരെയുള്ള ആ ഒരു ഇതിലിപ്പോ കുട്ടികളുടെ ഫേസ് കാണരുതെന്നുണ്ട്. ഫേസ് അങ്ങനെ കാണരുത്. എന്തെങ്കിലും മാക്സിമം നമ്മൾ കാരണവശാൽ കണ്ടാൽ അങ്ങനെ വലിയ പ്രശ്നമുണ്ടോ? ഇല്ല, അത് പ്രശ്നമില്ല. മാക്സിമം നമ്മൾ അവരുടെ ഫീസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ ഫീസ് കാണാത്ത രീതിയിൽ നമ്മളെ തന്നെ കാണുന്ന രീതിയിൽ അങ്ങനെ വീഡിയോ എടുക്കുന്ന അവരോട് പറഞ്ഞാൽ മതി. അങ്ങനെ ഇപ്പോ കാണാണ്ടിരിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. കാണുന്നുണ്ട്, അത് പ്രശ്നമില്ല. പക്ഷെ മാക്സിമം കാണാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്താൽ മതി. പുറകുന്ന് എടുത്താൽ മതി, അവരെ ഏറ്റവും പുറകുന്ന് എടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ഫേസ് 3-യിലേക്ക് ആക്ടിവിറ്റി ഇല്ലേ KG-യിലെ, അപ്പം നമ്മൾ ഈ പേപ്പർ കണ്ട ഞാനിപ്പോ ഒരു കളർ ടീം എടുത്തിട്ട് പേപ്പർ കണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, അല്ലെ പിള്ളേർ ചെയ്യുന്നത് മാത്രം മതിയോ? ഏത് ആക്ടിവിറ്റിയാന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ ഫേസ് 3-യിലെ നമ്മുടെ KG-യിലെ പ്രൊജക്ട് അതിപ്പം ഞാൻ ഇന്നൊരെണ്ണം എടുത്തതെന്ന് പറയുമ്പം ഒരു സ്റ്റാർ ഇങ്ങനെ വരച്ചിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്ത് അതിലിങ്ങനെ ഒട്ടിക്കുന്ന പരിപാടിയാണ് ചെയ്തത് കളർ തീമില്. അപ്പം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം, അല്ലെ ജസ്റ്റ് ഞാൻ ആ വീഡിയോ മാത്രമേ എടുത്തുള്ളായിരുന്നേ. പറഞ്ഞു കൊടുക്കണം ആദ്യം ഇങ്ങനെ ചെയ്യണമെന്ന്, കാണിച്ചു എന്നുവെച്ചാല് മനസ്സിലാക്കി കൊടുക്കണം. ബോർഡിൽ ഒരു വേണമെങ്കിൽ പിക്ചർ വരച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് പോലെ കാണിച്ചു കൊടുക്കാം. അവര് റിയലായിട്ട് എന്തായാലും ഒട്ടിക്കുന്നതല്ലേ പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, അത് വീഡിയോയിൽ വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഒരു നമ്മുടെ ബോണ്ട് പേപ്പർ നമ്മളെ ഇതിൽ കൂടെ വെക്കാൻ പറ്റുന്ന കൊടുത്ത് നമ്മൾ പ്രൊജക്ടിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാൻ വെക്കുന്ന രീതിയില് ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ അതിലൊരു സ്റ്റാർ വരച്ചിട്ട് ഇങ്ങനെ പേപ്പർ, അതായത് കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളോട് ഒട്ടിക്കാൻ പറയുമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഒന്ന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ആദ്യം, പിന്നെ അവര് ചെയ്തോളൂല്ലോ. അതുപോലെ റിപ്പീറ്റ് ചെയ്യല്ലോ. ഇത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇനി ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഒത്തിരി ഡൗട്ട് വരത്തുള്ളല്ലേ. ഇനി ആദ്യം ഒബ്സർവേഷൻ എന്തായാലും 3 ദിവസം ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും അങ്ങനെ ചെയ്താ പോരെ. അപ്പൊ പറഞ്ഞുതരാം ഓരോന്നായിട്ട്. അങ്ങനെയെങ്കിലും ഡൗട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ചോദിച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. അതിപ്പോ ഒരാൾക്ക് വേണ്ടിട്ടായിട്ട് വെറുതെ ഒരു ടൈം വേസ്റ്റ് അല്ല ചെയ്യുന്നത്. ശരി അഞ്ജന, അത് ഇപ്പൊ ലിയ മാത്രമേ ഞാൻ കേട്ടിടത്തോളം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാം, ഇത് സെക്കൻഡ് പ്രൊജക്ട് ചെയ്യാത്ത ഒരാൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല, വെറുതെ പറഞ്ഞു പോകുന്നത് പോലെ ആയിരിക്കും. അതെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ആക്റ്റീവ് ആണ്. രണ്ടാളും ഇവര് ചോദിക്കുന്ന ഡൗട്ട്സ് ഒക്കെ മാറി മാറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും തോന്നുന്നു കുറച്ചും കൂടി നല്ലത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് ആവുമ്പോൾ എല്ലാവരും ചെയ്തു തുടങ്ങുമ്പോൾ വേണമെങ്കിൽ ഒരു ലൈവ് സെഷൻ വെക്കാം.
അങ്ങനെയായാലും മതി മാം. അല്ലേ? അതാ നല്ലത്. എല്ലാരും അഭിപ്രായം എന്താ? നിങ്ങളിപ്പോ ചെയ്ത് തുടങ്ങാത്ത സ്ഥിതിക്ക് വെറുതെ ലിയ ഓക്കെ അല്ലേ? കാരണം ലിയനെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. മീൻസ് ലിയ നമ്മുടെ സ്റ്റുഡന്റ് ആണ്, സോ ലിയനെയും കൺസിഡർ ചെയ്യണം. ലിയക്ക് ഇപ്പം പെട്ടെന്ന് ഇത് തീർത്തിട്ട് എവിടെ പോകണം എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് നടത്താം എന്ന് വിചാരിച്ചിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്, അഞ്ജനയോടും മിശ്രിയോടും. നമ്മളിപ്പോ ഞാൻ ബിസി ആണെങ്കിൽ മിശ്രി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ അങ്ങോട്ട് മാറി മാറി ചെയ്ത് കൊടുത്തോളാം മാം, അത് കുഴപ്പമില്ല. ഗ്രൂപ്പിൽ ചോദിക്കുന്നു. അല്ല, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഡൗട്ട് ചോദിച്ച് ചേച്ചിമാർ എപ്പോ ആണേലും നമുക്ക് അതിനുള്ള കറക്റ്റ് ജെന്യുവൻ ആയിട്ടുള്ള ഒരു മറുപടി നമ്മൾ തരുന്നത്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ ലിയ? ഞാൻ എന്താ അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ KG കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ സ്കൂളിലോട്ട് പോക്ക് പാടല്ലേ. അതെ അതെ. അതാ ഞാൻ പിന്നെയും ചോദിച്ചോണ്ടിരുന്നതേ. ഞങ്ങളല്ലാണ്ട് ഗ്രൂപ്പ് ആക്കി ഞങ്ങൾ സുബൈ ചേച്ചിയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. മാം ഇതിൽ പിന്നെ ഫസ്റ്റില് സെക്കൻഡ് ആകുമ്പോ 3 ദിവസം ഒബ്സർവേഷൻ എന്തായാലും വേണം. കാരണം ആ സ്റ്റാൻഡേർഡ് മാറ്റല്ലേ കുട്ടികളത്. അപ്പൊ മാറി മാറി ഫസ്റ്റ് ഒരു 3 ദിവസം മാറി മാറി സെക്കൻഡിലും ഫസ്റ്റിലും പോയിക്കൊണ്ടിരുന്നാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അവര് സംസാരിക്കുന്ന രീതിയെല്ലാം മാറ്റല്ലേ. കുറച്ചും കൂടി സംസാരിക്കുമ്പോൾ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അത് 3 ദിവസം എന്തായാലും ഒബ്സർവേഷൻ ആവശ്യം അവിടെ. അപ്പൊ അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അതുപോലെയാണെങ്കിൽ ലിയ അങ്ങനെ ചെയ്യാം അല്ലേ? ഓക്കെ. ബാക്കിയുള്ളവര് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ബാക്കിയുള്ളവർക്കൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പൊ തുടങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ അത്ര അത്യാവശ്യം ഉണ്ടാവില്ല. ഡൗട്ട് വരത്തുള്ളൂ. അല്ല, ബാക്കിയുള്ളവരും ഇല്ലേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ലാസ്റ്റ് ആവുമ്പോക്കില്ലേ പിന്നെ റിവിഷന്, പിന്നെ അങ്ങനത്തെ ആനുവൽ ഡേ അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം വരുമ്പോ ക്ലാസ്സസ് ഒന്നും അങ്ങനെ കിട്ടാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ ഇതെല്ലാം ആകുമ്പോ ഇപ്പൊ ഓരോ ടേം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ടേം സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പൊ സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അല്ല, അവരോടാണ് സ്റ്റാർട്ട് ചെയ്യാത്തവരോടാണ് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അവസാനം നമുക്ക് പറ്റത്തില്ല. ബിസി ആയിരിക്കും, എന്തായാലും ബിസി ആയിരിക്കും. പിന്നെ എന്താ എങ്ങനെയാ? അല്ല, പിന്നെ ആരും ടീച്ചേഴ്സ് നമുക്ക് ടൈമും തരില്ല. ഹലോ പറഞ്ഞോ. മാം, ഞാൻ ഒരു യാത്രയിൽ, അതുകൊണ്ട് എനിക്കിത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. സുബൈദ, ഞാൻ ഇന്ന് കലൂര് പോയതായിരുന്നേ. എന്താ നമ്മുടെ അസൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയാണോ? അസൈൻമെന്റ് സബ്മിഷന് പോയതായിരുന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സൈനൊക്കെ അവർ തന്നായിരുന്നു. എന്നിട്ട് സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യലായിരിക്കും അല്ലേ സുബൈദ? പറഞ്ഞെങ്കിൽ വീട്ടിൽ തന്നെ സ്കൂളൊന്നും ചോദിച്ചിട്ട് തുടങ്ങാച്ചിട്ടാണേ. ക്ലിയർ അല്ല സുബൈദ വോയിസ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ അഞ്ജന മിസ്ത്രി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലെ? വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? റെക്കോർഡ് പഠിച്ചാൽ അധികം ദിവസം ഉണ്ടാവില്ലല്ലോ മാം, അതും പോകൂലേ? ഏത്? പോവും റെക്കോർഡ് പോവും. അതിലും ഭേദം ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് നമ്മൾ ഓർക്കുമല്ലോ. അങ്ങനെ മതി. ഇപ്പൊ ലിയ ചോദിക്കുന്നതിലൂടെ ഞങ്ങളെ സംശയങ്ങളും കുറെയൊക്കെ ഇല്ലാതാവുന്നുണ്ട്. അങ്ങനെ മതി. എനിക്ക് ആദ്യമൊക്കെ തോന്നി എനിക്ക് മാത്രം ഇങ്ങനെയുള്ള ഡൗട്ട് ഉള്ളതെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അത് ലിയ മാത്രം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാ. ബാക്കിയുള്ളവരൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർക്കും വന്നോളും ഡൗട്ട്. ഡൗട്ട് വരും. പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ ലിയ? എനിക്കിനി അതൊരു 3 എണ്ണം കൂടെ ഉണ്ട്. സ്കൂളിലെ ഒരു ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് അംഗൻവാടിയുടെ ഉണ്ട്. അതപ്പോ ഇച്ചിരി ടൈമും കൂടെ കിട്ടൂലെന്ന് ഓർത്ത് ഞാൻ മാറ്റി വെച്ചതായിരുന്നേ. 4-5 എണ്ണം ചെയ്ത് കഴിഞ്ഞു. അംഗനവാടി കുറച്ച് ടഫാണ്, കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും. സ്കൂളാകുമ്പോ പെട്ടെന്ന് തീരും. അതൊന്നാ ലാസ്റ്റ് ചെയ്യാന്ന് ഓർത്തോണ്ട് അത് മാറ്റി വെച്ചേക്കുവാ. ഇപ്പൊ പിന്നെ പ്രൊജക്ട് 1ന്റെ അത്യാവശ്യം എല്ലാം തന്നെ എഴുതിയും കഴിഞ്ഞു. അതെ അല്ലെ? സൈനു അതെല്ലാം അന്ന് തന്നെ വാങ്ങുന്നുണ്ടോ? ഇല്ലില്ല. ഇപ്പൊ ആ ടീച്ചർ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയാ. ഒന്നിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇതിൽ തന്നെ 66ഓളം സിഗ്നേച്ചർ ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് ഒരു ദിവസം ചെയ്യേണ്ടി വരും.
അതുകൊണ്ട് ടീച്ചറോട് പറഞ്ഞോ അപ്പൊ കുറച്ച് ടീച്ചറോടെല്ലാം കുറച്ചാകുമ്പോ മുൻകൂട്ടി പറയണം. ചെയ്തോ എല്ലാം എന്ന് വെച്ചാൽ റിമാർക്സ് തരേണ്ടി വരും, അവരെ ഒപ്പീനിയൻ എല്ലാം തരേണ്ടി വരും. തരേണ്ടി വരും. അപ്പൊ നല്ല ടൈം പോകുന്നുണ്ട് അവർക്ക് അല്ലെങ്കിൽ തന്നെ. ഒരു 10 വേഗം വേഗം സൈൻ ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടെ നല്ലതാ. എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോ ഒരുപാട് ടൈം, അങ്ങനെ ടൈം ഉണ്ടാവില്ലല്ലോ ടീച്ചേഴ്സിന്. മാർക്ക് മാത്രല്ലല്ലോ, അവര് നമുക്ക് റിമാർക്കും കൂടി എഴുതി തരണം റിപ്പോർട്ടില്. അപ്പൊ അതാകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് ആവുന്ന പോലെ ചെയ്തു, അതാണ് ബെറ്റർ. എനിക്കിപ്പോ നമുക്ക് അവിടുന്ന് ഞാനിങ്ങനെ സാറിനെ കാണിച്ചപ്പോ സാറ് TTC കഴിഞ്ഞൊരു മിസ്സിനെയാണ് എനിക്ക് ഗൈഡ് ആയിട്ട് തന്നതേ. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ടീച്ചിങ് കോഴ്സ് വേണം, പിന്നെ 6 മന്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണമെന്നല്ലേ നമ്മൾ അതിൽ പറയുന്നല്ലേ നമ്മളെ സൂപ്പർവൈസർക്ക്. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മിസ്സിന്. അത് മതി, അത് പ്രശ്നമില്ല. അവര് സർട്ടിഫിക്കറ്റ് ഒന്ന് തരുമോന്ന് ചോദിക്കണം, അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചോ? സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചപ്പം പുള്ളിക്കാരിയുടെ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞതേ. അല്ല, ഇതിലങ്ങനെ പറയുന്നുണ്ട്. നല്ലതാ, അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാ. തരുമോ ചില ടീച്ചേഴ്സ്? നല്ല എക്സ്പീരിയൻസ് മതി ചേച്ചി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും, അല്ലെങ്കിൽ പിന്നെ മാമിന്റെ ഏതെങ്കിലും ഒരു ടീച്ചിങ് കോഴ്സിന്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അവരോട് തരാം. ഒരുപാട് ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നില്ലേ, അപ്പൊ അതിന്റെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞാൽ മതി. ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അല്ലെ പിന്നെ ഞാൻ ചോദിച്ച എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് തന്നെ തരുമല്ലോ. അത് അവരെന്നെ തരണം, സ്കൂളിൽ നിന്ന് തന്നെ തരണം. അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് തന്നെ മേടിച്ച് തരാൻ എന്നോട് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചതേ. ഇതിനിപ്പം 1ാം ക്ലാസ് 2ാം ക്ലാസ് വരുമ്പോ B.Ed കഴിഞ്ഞവരാണേലും മതിയല്ലോ. മതി. സെയിം സ്കൂളിൽ തന്നെയല്ലേ ചെയ്യുന്നുള്ളേ? അതെ. അവിടെ 10th വരെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ഫസ്റ്റ് ഒബ്സർവ് ചെയ്തോളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യം 3 days, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇതിലെല്ലാം കറക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് മൺഡേ തൊട്ടേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണേലും. കാരണം ഈ ഒരാഴ്ച അതിനാളും ബാക്കി കൂടെയൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് എല്ലാം റെഡി ആക്കിയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി. റെഡിയാക്കി മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് നോക്കണ്ടല്ലോ. നോക്കേണ്ട ആവശ്യമില്ല, അതാണ്. പിന്നെ ചേച്ചി ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ആയോ? അത് ഇതുവരെ അവര് പറഞ്ഞിട്ടില്ല സ്റ്റഡി സെന്ററിൽ. നമ്മളിനിപ്പോ ഒന്നും കൂടി അന്വേഷിച്ച് നോക്കണം. എന്തായാലും നമ്മളെ പോസ്റ്റ് വഴി തന്നെ അയക്കേണ്ടി വരും. ഇതിന്റെ നമ്മുടെ ടെക്സ്റ്റിന്റെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഡൽഹിക്ക് ഇത് അയക്കണം എന്ന് പറഞ്ഞൊരു ഇത് കിടപ്പുണ്ടല്ലോ ഇതിനകത്ത്. അതെ, അതായത് നമ്മള് PDF ആക്കി വെച്ചിട്ട് ഇത് നമ്മള് അയക്കണമെന്നല്ലേ പറയുന്നേ. ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നേ. അങ്ങനെയാണ് ഇതിലുള്ളത്. ബട്ട് നമ്മൾ അയക്കണമെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വേണമല്ലോ, കറക്റ്റ് ആയിട്ടുള്ള. റീജിയണൽ സെന്റർ ചോദിച്ചായിരുന്നേ, അപ്പൊ അന്നേരം അവര് ഗൈഡ്ലൈൻസ് ഉണ്ട്, അത് പ്രകാരം നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞു. ഡൽഹിക്ക് തന്നെ അയക്കണം പറഞ്ഞിരുന്നേ. അതെ അല്ലെ? അപ്പൊ ലിങ്കിന്റെ നമ്മള് ഇങ്ങനെ വീഡിയോസ്, അപ്പൊ എങ്ങനെയാ നമ്മള് വീഡിയോസ്? അതൊരു ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ അവര് നമ്മൾ എങ്ങനെയാ അത് വീഡിയോ ചെയ്തിട്ട് ലിങ്ക് ആക്കുന്നില്ലേ യൂട്യൂബില്, അപ്പൊ അത് ഏത് രീതിയിൽ അയക്കണ്ടേന്നും കൂടെ ഒന്ന് ചോദിച്ചു നന്നായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളും അയക്കേണ്ടതല്ലേ. ഇപ്പൊ ചിലവര് പറയുന്ന ലിങ്ക് നമ്മള് വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. ബട്ട് വീഡിയോസ് അതിപ്പോ ഓപ്പൺ ആവില്ല, അത് അങ്ങനെ ഓപ്പൺ ആവുന്നില്ല. നമ്മളിപ്പോ ഒരു ഇതില്ലേ ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞേ. മാം, നമ്മളിപ്പോ ഇല്ലേ ഒരു വീഡിയോന്റെ ലിങ്ക് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രാവശ്യം എഴുതിയിട്ട് ഇങ്ങനെ പിന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തായിരുന്നു. ബട്ട് അത് ഓപ്പൺ ആവുന്നില്ല. എങ്ങനെ ഓപ്പൺ ആവുന്നില്ല? വേർഡിലോ? അല്ല, വേർഡിൽ ഓപ്പൺ ആവുന്നില്ല. ടൈപ്പ് ചെയ്തിട്ട് പോകുമ്പോ അതുപോലെ ഇതിന്റെ അകത്ത് പ്രാക്ടിക്കത്തിന്റെ അകത്ത് വരുന്നുണ്ട്. വേർഡില് ടൈപ്പ് ചെയ്ത് പോകുന്നല്ല. അതായത് ഇപ്പൊ യൂട്യൂബ് ലിങ്ക് ആണെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്താ പോരെ ലിങ്ക്? അല്ല, അതെങ്ങനെ മാം? അത് നമ്മളിപ്പോ പ്രൊജക്ട് ചെയ്യുമ്പോ അത് ഫയലായിട്ടല്ല അയച്ചു കൊടുക്കുക അവർക്ക്. മീൻസ് അതിന്റെ ഡൗട്ട് വരുന്നത് ഹാർഡ് കോപ്പി മെയിൽ ചെയ്യാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോറി, സോഫ്റ്റ് കോപ്പി. അതിന്റെ ഒരു ഐഡിയ ഇല്ല മാം. അത് ഇതുവരെ പറഞ്ഞിട്ടേ മാം, എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു യൂട്യൂബിൽ നോക്കിയപ്പോ ഇല്ലേ, അതില് ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ നോക്കിയപ്പോ അവര്
ഒരെണ്ണത്തിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം പെൻഡ്രൈവിലാക്കിയിട്ട് പെൻഡ്രൈവ് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. വേറൊരെണ്ണത്തിട്ട് ഇങ്ങനെ മാം ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെയാന്ന് പറയുന്നുള്ളൂ. ഹാർഡ് കോപ്പി അങ്ങനെ സോഫ്റ്റ് കോപ്പി അങ്ങനെ അയച്ചു കൊടുക്കണം ഈ അങ്ങനെയാന്ന് പറയുന്നത്. പ്രാക്ടിക്കലിന്റെ അകത്ത് കുറെ ലിങ്ക് തരുന്നുണ്ട് മാം. അതും അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നോക്കുമ്പോ ഓപ്പൺ ആവുന്നില്ല. അത് ചില ചിലത് വീഡിയോ മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. ചിലത് മാത്രം ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പൊ ബാക്കി പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ അഡ്രസ് എന്നിട്ട് അയച്ചു കൊടുക്കാം. ബട്ട് വീഡിയോന്റെ ആണ് കൺഫ്യൂഷൻ. മെയിൻ ആയിട്ട് വീഡിയോ അല്ലേ വേണ്ടത്. ആദ്യം അവർ അങ്ങനെയല്ലേ പറഞ്ഞേ. അതങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ട് എന്നാണെങ്കിലും നമ്മൾ ഡൽഹിക്ക് അയച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഒരു പെൻഡ്രൈവ് കൂടെ വെച്ച് ഒരു സെപ്പറേറ്റ് ഒരെണ്ണം നമ്മുടെ കയ്യിൽ കൂടെ വെച്ചാൽ പോരെ തെളിവിന്. ഫയലാക്കണം എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നതിന്റെ ഇപ്പോ ചാർട്ടെല്ലാം റെഡിയാക്കുന്നുണ്ട്, അതിന്റെ ഒരു ഫോട്ടോ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനെല്ലാം പറയുന്നുണ്ട് ഇതില്. ഒരു പ്രൂഫിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് ആ പ്രൊജക്ടിന്റെ കൂടെ തന്നെ ഞാൻ അങ്ങ് കയറ്റി വെക്കുക ചെയ്യുന്നത്. കളർ പ്രിന്റ് എടുത്തിട്ടാ പേപ്പറിലൊക്കെ അല്ലാതെ ചില പിക്ചറൊക്കെ പിള്ളേർ വരയ്ക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, കൊളാഷ് ഒക്കെ നിർമ്മിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഈ സാധാരണ നമ്മൾ ക്ലാസ് കൊണ്ടുവന്ന ചാർട്ടില്ലേ, അതിന്റെ ഫോട്ടോ കളർ പ്രിന്റ് എടുത്തിട്ട് വെച്ചാലും നല്ലതാ. നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ, എഴുതുന്നതിന്റെ കൂടെ, റിപ്പോർട്ടിന്റെ കൂടെ. ഇന്ന് ഞാൻ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഷേപ്പ് സൈസ് ഒക്കെ ഉള്ളവരുണ്ട് മാത്തമാറ്റിക്സിന്റെ. ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് പിള്ളേരെ കണ്ട് സർക്കിൾ ഏതാ ട്രയാങ്കിൾ ഏതാന്ന് ചോദിച്ചിട്ട് അവരെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടൂല, അതൊക്കെ ഞാൻ ഇങ്ങനെ ഒട്ടിപ്പിക്കുകയോ ചെയ്തതേ. പക്ഷെ അതെല്ലാം പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലത്. പ്രിന്റ്, കാരണം ഇത് എന്തെങ്കിലും പരസ്പരം ഒട്ടിപ്പോ അങ്ങനെല്ലാം ചെയ്യല്ലോ ഫയൽ ചെയ്യുമ്പോ. അപ്പൊ കളർ പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലത്. ചാർട്ട് ആയാലും ഫോട്ടോ എടുത്തിട്ട് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അത് കളർ പ്രിന്റ് ചെയ്ത് വെച്ചാൽ മതി. അതിന്റെ കൂടെ സെയിം പേപ്പറും ആയിരിക്കും. ഇപ്പൊ നമ്മൾ എടുക്കുന്ന A4 തന്നെ ആവണമെന്നില്ലല്ലോ. അത് തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ അത് അവര് ചെയ്യൂലല്ലോ, ഒരു സൈഡിലായി പോവില്ലേ. കുറച്ചുകൂടി വലുതാക്കിയിട്ട് കളർ പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. അത് നമുക്ക് അവര് വേണ്ട സൈസിൽ എടുത്തും തരും. നമുക്കുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ച് പോവാനും പറ്റും റിപ്പോർട്ടിന്റെ ഒന്നിച്ചിട്ട്. എന്നാലും ഫസ്റ്റ് പ്രൊജക്ട് തീർന്നിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതങ്ങ് ശനിയാഴ്ച ഞായറാഴ്ച എങ്ങനെ എടുക്കാന്ന് ഓർത്താണേ, തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന രീതിയിലേ. അപ്പം സാറ്റർഡേ സൺഡേ ആയിട്ട് ഞാൻ ഡൗട്ട്സ് ഒക്കെ, അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതിനിടയ്ക്ക് നോക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചോളാം. യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് വീഡിയോസ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്നേ? ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ. അത് ചെയ്തു വെക്കണം. അത് ഒരു ദിവസം എത്ര ഡ്യൂറേഷന്റെ ടൈമിൽ എത്ര മാത്രമേ ചെയ്തു വെക്കാൻ പറ്റൂ, ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ലേ, ഓരോ ദിവസം ചെയ്യണോ? അങ്ങനെ ഒറ്റയടിക്ക് പറ്റുന്നില്ല ചെയ്യാൻ. അപ്പൊ മെല്ലെ മെല്ലെ ഒരു ചെയ്ത് തുടങ്ങിയാൽ നല്ലതായിരുന്നു. പിന്നെ അതുപോലെ കുറെ ടൈം എടുക്കും. നെറ്റ്വർക്ക് എല്ലാം നോക്കിയിട്ട് ചിലത് സ്പീഡിലാവും, ചിലത് കുറെ ടൈം എടുക്കും. അതിപ്പോ നമ്മൾ എങ്ങനെ ചേച്ചി ഒന്ന് അക്കൗണ്ട് എടുക്കുക, അതെങ്ങനെയായിരുന്നു? അത് ഇപ്പൊ നമ്മൾ യൂട്യൂബിന്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാവും, നമ്മൾ അതല്ലേ യൂസ് ചെയ്യുന്നേ. അതെ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം, ഓരോരോ സ്ഥലം, അപ്പൊ മനസ്സിലാവും. അത് പറഞ്ഞാല് കുറച്ചും കൂടെ സ്ക്രീൻഷോട്ട് ആയിരിക്കും മതിയായിരിക്കും ഓർത്ത് ഞാനൊന്നും ചെയ്തില്ലേ. ശരി. പക്ഷെ ചിലതൊക്കെ ഒരു 5 മിനിറ്റിൽ താഴെ ഉള്ളതും ഉണ്ടേ. 5 മിനിറ്റ് താഴെ പറ്റില്ല കേട്ടോ, 5 മിനിറ്റ് കൂടുതൽ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ 1-2 ഒന്നും കൂടെ എടുത്തു. അത് ഏതെങ്കിലും വീഡിയോന്റെ ലാസ്റ്റ് പോർഷനില്ലേ ഏതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ എന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ മതി. ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കല്ലോ, അതായത് ഒരു വാമ പോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോർഷനെല്ലാം ഉണ്ടെങ്കിൽ അത് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തികച്ചാൽ മതി 5 മിനിറ്റ്. എന്തുവാന്നുള്ളത് ബോർഡിലൊക്കെ എഴുതുന്നതും അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് എനിക്കൊരു അത്രയൊക്കെ വരുന്നുണ്ടേ. അതിങ്ങനെ ചെറിയ ഡിഫറെന്റ് അല്ല, അത് അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ചെയ്താൽ എടുക്കാൻ നിക്കണ്ട. വേറൊന്നുമില്ല ചേച്ചി.
അപ്പൊ എന്നാ പിന്നെ ബാക്കി നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഗ്രൂപ്പിലാവാം അല്ലെ? മനസ്സിലായില്ല മാം. അല്ല, ബാക്കി ഡൗട്ട്സ് ഒക്കെ ഗ്രൂപ്പിൽ ചോദിച്ച് മനസ്സിലാക്കാലോന്ന്, ഇപ്പൊ ഈ സെഷൻ നിർത്താലോന്ന് പറയുന്നത് ആ മാം ചെയ്യാം. അല്ലേ? ഓക്കെ ഓക്കെ, അപ്പം ശരിയേ. എന്നാ പിന്നെ ശരി. എന്റെ ആണ് മീറ്റിംഗ്. താങ്ക് യു. ഓക്കെ ബൈ മാം. താങ്ക് യു.